ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണമൊക്കെ പുരോഗമിക്കുമ്പോഴാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തലിലേക്ക് കടക്കാൻ പോകുന്നത്. ഇംതിയാസ് വിവരങ്ങൾ നൽകും. ഇംതിയാസ്, ഗുരുതരമായ ചോദ്യപേപ്പർ ചോർച്ച സംസ്ഥാനത്തുണ്ടായതിനെ തുടർന്ന് പ്രതിഷേധത്തിലാണ് മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ. അതിനിടയിലാണ് ഈ MS സൊല്യൂഷൻസിന്റെ CEO അടക്കം ചോദ്യം ചെയ്യലിൽ നിന്ന് വിധേയമാക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിലെ വിശദാംശങ്ങളാണ് ചോദ്യം ചെയ്യലിന് കാരണമാകുന്നത്. എപ്പോഴാണിത് ക്രമീകരിച്ചിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ. മധു, ഈ സംസ്ഥാനത്തുണ്ടായ ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച അതീവ ഗൗരവതരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിനെ ഈ കേസന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. സർക്കാർ തന്നെ നേരിട്ട് ഏൽപ്പിച്ചതിന്റെ ഭാഗമായി ഇന്ന് പ്രാഥമിക അന്വേഷണത്തിലേക്ക് ഇത് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ഉന്നതതല യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന തീരുമാനം ഇന്ന് യോഗത്തിൽ എടുത്തിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. ശേഷമായിരിക്കും FIR ഇടുന്ന നടപടികളിലേക്ക് കടക്കുക. ഇതിന്റെ ഭാഗമായി തന്നെ മലപ്പുറത്ത് നിന്നുള്ള ഒരു DYSP, അതുപോലെ തന്നെ സൈബർ സെൽ വിദഗ്ധനടക്കമുള്ളവർ ചേർന്ന ഒരു സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിന്റെ മൊഴിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MS സൊല്യൂഷന്റെ CEO ഷുഹൈബ് ഇപ്പോൾ ഇവിടെ ഇല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നൊരു വിവരമുണ്ട്. അതേസമയം തന്നെ ഇതിലിപ്പോൾ ഏത് തരത്തിൽ, അതായത് പരീക്ഷാ തലേന്ന് ഏത് രീതിയിലാണ് ഈ വിവരങ്ങൾ ഇതിലേക്ക് പുറത്തു വന്നത്, ഏത് അധ്യാപകർ മുഖേനയാണ് ഇതിലേക്ക് എത്തിയത്, സർക്കാർ അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ സൈബർ സെൽ വിദഗ്ധർ ഇത് ഈ പോസ്റ്റ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ ഏതൊക്കെ ഇതിന്റെ മുൻപ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് ഉറ്റുനോക്കുന്നത്. എന്തായാലും MS സൊല്യൂഷൻസിലെ CEO ചോദ്യം ചെയ്യുന്നതാണ് പോലീസിന് ആത്മവിശ്വാസം. പക്ഷേ അദ്ദേഹം എവിടെയാണ്, ഷുഹൈബ് എവിടെയാണ് എന്നോട് പോലീസിന് അറിയുകയുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.